ഒട്ടേറെ സമരങ്ങൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയ റോഡ് പണി തീരും മുൻപ് തന്നെ കുത്തിപ്പൊളിക്കുന്നത് ഏത് നാട്ടുകാർക്കാണ് സഹിക്കുക? മലപ്പുറം പെരിന്തൽമണ്ണ കുളത്തൂർ വളാഞ്ചേരി റോഡിൽ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയാണ് റോഡിന്റെ ഒരു ഭാഗത്ത് ഭൂഗർഭ ലൈൻ സ്ഥാപിക്കുന്നതിനായി KSEB കുഴിയെടുക്കുന്നത്. ഒട്ടേറെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചരിത്രമുണ്ട് ഈ റോഡ് ഇങ്ങനെ ഗതാഗത യോഗ്യമായതിന് പിന്നിൽ. റോഡ് പണി മുഴുവൻ തീരും മുൻപേ ഒരു വശത്ത് പൊളിക്കാൻ തുടങ്ങി. മാലാപ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്നും പൂക്കാട്ടിരിയിലേക്ക് ഭൂഗർഭ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് റോഡിന്റെ ഒരു വശം കുഴിച്ചിരിക്കുന്നത്. റോഡിലെ ടാറിംഗ് ഉണങ്ങും മുൻപേ കുത്തിപ്പൊളിക്കൽ തുടങ്ങുന്നത് കണ്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. 2 മാസമായി തുടങ്ങിയിട്ട് ഇത് പണി പൂർത്തിയായിട്ടില്ല. ഇത് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടുള്ളൂ. ഈ ഫസ്റ്റ് കോട്ട് ഇട്ട് പിന്നെ ഇവിടെ വെങ്ങാടി ഗോകുലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവർ അതിൻ്റെ പിറ്റേന്ന് ഇവർ വന്നിട്ട് KSEBക്കാർ വന്നിട്ട് ഇത് റോഡ് ഡാർപ്പണി കഴിഞ്ഞ ഭാഗത്ത് കംപ്ലീറ്റ് കുഴിതു തുടങ്ങി. വാട്ടർ അതോറിറ്റി അതിനെ വിളിച്ച് ബന്ധപ്പെട്ടു. എല്ലാവരും വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പണി കഴിഞ്ഞ ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ന് ശരിയാക്കുമെന്ന് അവരോട് ചോദിച്ചു നോക്കുമ്പോൾ അത് അവർക്ക് പറയാൻ തയ്യാറില്ല. റോഡ് കുഴിച്ചതുകൊണ്ട് അപകടങ്ങളും പതിവായെന്നും ഇവർ പറയുന്നു. അവിടെ ഒരു ഫാമിലി വണ്ടിയിട്ട് വരുമ്പോൾ ഈ മണ്ണുണ്ടല്ലോ, അവിടെ മണ്ണ് ഇതാക്കിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ വളവായ കാരണം ആ വണ്ടി വളഞ്ഞ് ഇങ്ങോട്ട് ഒടിഞ്ഞു വന്നോട് കൂടിയിട്ട് ബൈക്കാരനും ഫാമിലിയും പാടെ അവിടെ വീണു. ഞാനൊക്കെ രാത്രി വെജിറ്റബിൾ ഷോപ്പ് പോണതാണ്. എവിടെയാണ് ഇത് രാത്രി കാലത്ത് എവിടെ പൊളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പല അപകടം പറ്റിയാലും അധികാരികളൊന്നും ശ്രദ്ധിക്കണില്ല. ഇതിനിടെ കുഴിയെടുത്തപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിന്റെ പ്രതിസന്ധി വേറെയുമുണ്ട്. ഈ പ്രവൃത്തി കാരണം ഇവിടെയുള്ള ജനങ്ങളെ കുടിവെള്ളം മുട്ടിക്കുന്നു. പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് ഞങ്ങൾ അവരെ ഉപരോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ആദ്യം കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയത് ആ പൈപ്പ് ശരിയാക്കി, എന്നിട്ട് നിങ്ങൾ പണിയെടുത്തോളിയാണ്. അതിനും അവർക്ക് വേണ്ടിയില്ല. എന്നാൽ KSEBക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്: വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഭൂഗർഭ വൈദ്യുതി ലൈനിന് വേണ്ടി റോഡിൽ കുഴിയെടുക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിരുന്നു. ടാറിംഗ് ഒരു 10 ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ ഈ പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. റോഡ് പഴയ പോലെ ആക്കുന്നതിന് 57 ലക്ഷം രൂപ ഇതിനകം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. എല്ലാം ചട്ടപ്രകാരമാണെങ്കിലും കുഴിയടച്ചതിനു ശേഷമുള്ള അറ്റകുറ്റപ്പണി കൃത്യമായി സമയബന്ധിതമായി നടക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ഹൈവേ 73-ലെ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗം റീടാറിംഗ് നടത്തിയത്. എന്നാൽ റോട്ടിലെ ടാർ ഉണങ്ങും മുൻപ് ഇവിടെ ഒരു വശം കുത്തിപ്പൊളിച്ച് KSEBയുടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ഇത് മാത്രമാണ് വഴിയെന്നാണ് KSEB പറയുന്നത്. റോഡും വേണം, നല്ല വോൾട്ടേജും വേണം. പക്ഷേ ഇവിടെ അനിവാര്യമായിട്ട് വേണ്ടത് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമാണ്, ഒരൈക്യമാണ്. അതുണ്ടായിരുന്നെങ്കിൽ റോഡ് പണി കഴിഞ്ഞ പാടെ ഇത്തരത്തിലുള്ള കുത്തിപ്പൊളിക്കലുകൾ ഉണ്ടാകുമായിരുന്നില്ല. റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജോലികളെല്ലാം തന്നെ തീർക്കാമായിരുന്നു. ഇവിടെ നഷ്ടമാകുന്നത് ജനങ്ങളുടെ നികുതി പണവും കൂടിയാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.